ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നങ്ങനെ അതിരൻ എന്ന് പറയുന്ന സിനിമ റിലീസായിരിക്കുകയാണ്. ട്രെയിലർ കണ്ടപ്പോൾ നമ്മളത് ഹോളിവുഡ് സിനിമയായിട്ട് ഷട്ടർ ഐലൻഡ് ആണ് എന്നൊക്കെ പറയുന്നത് കണ്ടു. ശരിക്കും ഷട്ടർ ഐലൻഡ് തന്നെയാണോ അതിരൻ? നമുക്ക് നോക്കാം. റിവ്യൂ ഫാക്ടറിയുടെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടൺ അടിയിലുണ്ട്. കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അതിരൻ എന്നത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. കഥാപാത്രങ്ങളുടെ ലീഡ് ക്യാരക്ടേഴ്സിൻ്റെ സൈക്കോളജിയിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് അതിരൻ. മഞ്ഞിൻ്റെ തണുപ്പും നിഗൂഢതകളും ഒക്കെയുള്ള താഴ്വാരയിൽ ഒരു മെൻ്റൽ അസൈലം പ്രവർത്തിക്കുന്നു. അവിടെയുള്ള നിഗൂഢതകൾ എന്താണ്, അവിടെ രഹസ്യങ്ങളായിട്ട് എന്തൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം വരുന്നത്. ശരിക്കും ആരാണ് ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം? അയാളുടെ ഭൂതം എന്താണ്, ഭാവി എന്താണ്, അയാൾ എന്തിനവിടെ വന്നു എന്നതിൻ്റെ അന്വേഷണമാണ് അതിരുകൾ കടന്നെത്തുന്ന അതിരൻ. പുതുമുഖ സംവിധായകനായിട്ടുള്ള വിവേകാണ് അതിരൻ എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒരു രീതിയിലുമുള്ള കൺഫ്യൂഷൻസും ഫിലിം മേക്കിംഗ് ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഹോളിവുഡ് സിനിമകളായിട്ടുള്ള സ്റ്റോൺ ഹേർട്സ് അസൈലവും ഷട്ടർ ഐലൻഡുമായിട്ട് സിനിമയുടെ തിരക്കഥയ്ക്കുള്ള സാമ്യം എടുത്തു പറയേണ്ടതാണ്. മെയിൻ കഥയുടെ സബ് പ്ലോട്ടുകളെല്ലാം തന്നെ നമുക്ക് മുമ്പ് പരിചിതമായിട്ടുള്ളതാണെങ്കിലും അതൊരു പുതുമയോടുകൂടി അവതരിപ്പിക്കാൻ സഹായകമാകുന്നത് തീർച്ചയായും ആക്ടേഴ്സിൻ്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. ഫഹദ് വളരെ നാച്ചുറലായിട്ട് തൻ്റെ കഥാപാത്രത്തെ മികവുറ്റതാക്കുമ്പോൾ വളരെ പുതുമകളുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള മാനറിസങ്ങളുള്ള സായി പല്ലവിയുടെ കഥാപാത്രമാണ് പല സീനുകളിലും സ്കോർ ചെയ്യുന്നത്. സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളായിട്ട് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും വരുന്ന പ്രകാശ് രാജ് ആണെങ്കിലും രഞ്ജി പണിക്കരാണെങ്കിലും അവരുടെ കഥാപാത്രങ്ങൾ മികവുറ്റതാക്കിയിട്ടുണ്ട്. വെറുതെ വരുന്ന സഹനടന്മാരോ സഹനടിമാരോ സിനിമയ്ക്കില്ല. എല്ലാവരുടെയും കഥ ഡിമാൻഡ് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. PS ജയഹരിയുടെ പാട്ടുകളെല്ലാം തന്നെ കേൾക്കാൻ ഇമ്പമുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ പാട്ടിൻ്റെ പ്ലേസിങ് സിനിമയുടെ ആ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റിന് തടയിടാനേ സഹായിച്ചുള്ളൂ. എങ്കിലും ഇമ്പമുള്ള ഗാനങ്ങളാണ് അതിരൻ്റേത്. അതുപോലെ തന്നെ വ്യത്യസ്തത പുലർത്തുന്നതും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് പറയേണ്ടതാണ്. രാക്ഷസൻ എന്ന സിനിമയിൽ നമ്മളെ ഹോണ്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരുക്കിയ ജിബ്രനാണ് ഈ സിനിമയിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്കിംഗ് ആണ് ജിബ്രൻ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഊട്ടിയുടെ തണുപ്പും ഹോസ്പിറ്റലിന്റെ ഇന്റീരിയേഴ്സും നല്ല രീതിയിൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അനു എന്ന ക്യാമറാമാൻ. അയൂബ് ഖാന്റെ ക്രിസ്പ് ആയിട്ടുള്ള കട്ട്സ് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ചടുലത പകരുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള 2 ഹോളിവുഡ് സിനിമകളും കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അതിരൻ അത്രയൊരു മികച്ച സിനിമാനുഭവമായി തോന്നണമെന്നില്ല. പക്ഷേ അങ്ങനെയുള്ള സിനിമകൾ കാണാത്തവർക്ക് അതിരൻ തീർച്ചയായിട്ടും വളരെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു സിനിമാനുഭവം തന്നെയായിരിക്കും. എല്ലാ വട്ടവും പറയുന്നത് പോലെ ഫഹദ് ഫാസിലിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ, ഇതുവരെ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ത്രില്ലറിന് വേണ്ടി ടിക്കറ്റ് എടുക്കാം അതിരന്.